നെയ്മർ ആരാധകർ ക്ഷമിക്കുക. കാരണം നെയ്മറിന് എനിക്ക് തോന്നുന്ന ഒരു സെൻറ്റിമെൻ്റ് അല്ല, രാജ്യത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു വികാരം കൊണ്ട് മാത്രം ടീമിൽ വന്ന ഒരു താരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേര് ചിലപ്പോൾ നെയ്മറിൻ്റെയോ അല്ലെങ്കിൽ മെസ്സിയുടെയോ ക്രിസ്ത്യാനോയുടെ ഒക്കെ ആയിരിക്കും. ഈ 3 പേരെ മാറ്റി നിർത്തിയാൽ ഈ വേൾഡ് കപ്പിൽ ഒരു 5 ഹോട്ട് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരൊക്കെ പറയും? ഞാൻ ഹാരി കെയ്നെ നമ്പർ 1 പറയും. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും പെർഫോമൻസും, ചാമ്പ്യൻസ് ലീഗിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിയാം, ജർമ്മൻ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിയാം. പിന്നെ ഒരു ലീഡറാണ്, ശാന്ത സൗമ്യമായ പെരുമാറ്റ രീതികൾ കൊണ്ട് ഏറെ വ്യത്യസ്തനായിരിക്കുന്ന ഒരു സ്ട്രൈക്കർ. സ്വാഭാവികമായിട്ടും സ്ട്രൈക്കർമാരെപ്പോഴും വളരെ കില്ലിങ് ഇൻസ്റ്റൻ്റ് ഉള്ളതായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും ഒരു ഫേവററ്റ് ആയിട്ടൊരു പ്ലെയറായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് റൊണാൾഡോ നേടുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരനെ ബ്രൂണോ ഫെർണാണ്ടസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലോകകപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കളിക്കാർ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ മാറി. പിന്നെ നമുക്കറിയാം അർജന്റീനയുടെ മാർട്ടിനസ് ഗോൾ കീപ്പർ എന്ന നിലയിലും ഒരു ലീഡർ എന്ന നിലയിലും ടീമിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് കഴിഞ്ഞ് മാർട്ടിനസ് ഗോൾ കീപ്പറാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 കളിക്കാരാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ ഫ്ലോറിയൻ വിറ്റ്സ് ജർമ്മനിയുടെ, അദ്ദേഹം ഒരു പ്ലേ മേക്കറും ഒപ്പം ഗോൾ സ്കോററും കൂടെയാണ്. പിന്നെ നമുക്കെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഈ പറയുന്ന 5-ലൊന്നും നിൽക്കില്ല. നമുക്കൊരു 50 പ്ലെയറെ പറഞ്ഞാൽ പോലും തീരില്ല. നിരവധി പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പലരും ആരാധകരുണ്ട്, നിരവധി ആരാധകർ വരും. അപ്പം ഞങ്ങളുടെ പ്ലെയർ മികച്ചതല്ലേന്ന് ചോദിച്ച് ഇത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ചിലപ്പം ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനല്ല, എന്നാലും ഈ ഒരു 4-5 കളിക്കാർ തീർച്ചയായിട്ടും ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്ലേയേഴ്സ് തന്നെയാണ്. കുറച്ചുകൂടെ സ്റ്റൈലിഷായിട്ട് കളിക്കുന്ന കളിക്കാർ നിരവധിയുണ്ട്. ഇപ്പോൾ പെഡ്രോ നമ്മുടെ ലോറൻ്റെ, നമ്മൾ സ്പെയിൻ്റെ ഡിഫൻഡർ കളിക്കുന്ന ലോറൻ്റെ ഉണ്ട്. നിരവധി കളിക്കാർ, നമുക്ക് അങ്ങനെ ഒരു 5 കളിക്കാരായിട്ട് ചുരുക്കാൻ സാധിക്കില്ല. ഞാൻ ബ്രൂണോ ഫെർണാണ്ടസ് വേറിട്ട് നിൽക്കും, അദ്ദേഹത്തിലാണ് കൂടുതൽ പ്രതീക്ഷയുള്ളത്. പിന്നെ നമ്മുടെ ഹാരി കെയ്നെ, ഇന്ന് എല്ലാവരും പറയുന്ന പോലെ റൊണാൾഡോയ്ക്കൊരു കപ്പ് എന്ന് പറയുന്ന പോലെ ഹാരി കെയ്നൊരു കപ്പ് ആകട്ടെ എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബ്രസീലിന്റെ സാധ്യത എങ്ങനെയാണ്? സാധാരണ ഇപ്പം നമ്മൾ ലോകകപ്പിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലോകകപ്പിലെയും ഫേവറേറ്റുകളായിട്ട് പറയപ്പെടുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ബ്രസീലായിരുന്നിരിക്കും. ഇത്തവണ സത്യത്തിൽ ബ്രസീലിന്റെ സാധ്യതകളൊന്നും അധികം ആരും പറയുന്നില്ല. ബ്രസീലിന്റെ ഒരു നിലവിലെ ഒരു സാഹചര്യം ഇല്ല, നമ്മുടെ വിട്ടുപോയ പേരാണ് വിനീസ് ജൂനിയറും കോച്ചെന്നും ആഞ്ചലോട്ടിയും തമ്മിലുള്ളൊരു മാനസിക ഐക്യമുണ്ട്. ഒരു പ്ലെയറിന്റെ വളർച്ചയിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആ കോച്ചിന്റെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കോച്ചിന്റെ ഒരു ഇൻഫ്ലുവൻസ്. അതെ, റയൽ മാഡ്രിഡിൽ ഈ തുടക്കകാലത്ത് വിനീഷ്യസ് കേട്ട എല്ലാ തെറിയും പിന്നീട് ആഞ്ചലോ വന്നതോടുകൂടി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ വിനി ആഞ്ചലോട്ടി കൂട്ടുകെട്ട് ബ്രസീലിന് ചിലപ്പോൾ കപ്പ് നേടിക്കൊടുത്തിരിക്കുക. കാരണം ഒരു കളിക്കാരൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവൻ്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായിട്ടൊരു ഐക്യം ഉണ്ടാവും. കോച്ച് കളിക്കാരന് വേണ്ടിയിട്ട്, കളിക്കാരൻ കോച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു കളിയുണ്ട്. അതൊരു മാനസിക ഐക്യമാണ്. അത് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ചില കോച്ചുമാർ നമ്മുടെ ടീമിൻ്റെ ആളായിട്ട് വരും, നമ്മൾ എന്ത് ഫോം ഔട്ടായിരുന്നാലും നമ്മൾ പെർഫോമൻസിലേക്ക് എത്തും. അപ്പോൾ വിനീസ് ജൂനിയർ എന്ന് പറയുന്ന പ്ലെയർ നമ്മൾ നേരത്തെ ആ പേര് വിട്ടുപോയി. തീർച്ചയായിട്ടും ഈ ലോകകപ്പിൻ്റെ താരമാകാൻ സാധ്യതയുള്ളൊരു താരമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ആഞ്ചലോട്ടിയുടെ ഫുൾ സപ്പോർട്ടോടുകൂടി അദ്ദേഹത്തിന് സ്വതന്ത്രമായി കളിക്കാൻ അവസരം നൽകുന്ന ഒരു ശൈലി റയൽ മാഡ്രിഡിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബ്രസീൽ എപ്പോഴും കപ്പ് ഫേവറേറ്റുകളാണ്. അവർ നമ്മൾ എഴുതി തള്ളിയിട്ടില്ല. അവരുടെ താരനിര നോക്കിയാലായിരുന്നു നമ്മൾ കൂടുതലും നമ്മൾ പറയുന്ന പോലെ സ്റ്റാറ്റിക്സിൻ്റെ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ്, സ്പെയിൻ എന്നൊക്കെ പറയുമ്പോഴും ബ്രസീലിന് അർജന്റീന പോലെ ടീമുകൾ നമ്മൾ ഒരിക്കലും പരിക്ക് ഗുരുതരമാവുകയോ എന്തെങ്കിലും സംഭവിച്ചു നെയ്മർ കളിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ബ്രസീലിനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുമോ? നെയ്മർ ആരാധകർ ക്ഷമിക്കുക. കാരണം നെയ്മറിന് എനിക്ക് തോന്നുന്ന ഒരു സെൻറ്റിമെൻ്റ് അല്ല, രാജ്യത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു വികാരം കൊണ്ട് മാത്രം ടീമിൽ വന്ന ഒരു താരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളിലോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, പക്ഷേ ശാരീരികക്ഷമത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ശാരീരികക്ഷമത നെയ്മർക്ക് ഉണ്ടോ എന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കോച്ച് യൂസ് ചെയ്യുന്ന തരം ഏത് രീതിയിലായിരിക്കും, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിർണായക സമയങ്ങളിൽ ഇറക്കി റിസൾട്ട് മാറ്റാൻ തക്ക തരത്തിൽ നമ്മളറിയാലോ, ഇത്ര പീരീഡ് ടൈമേ അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ടൈമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടീമിന് എഫക്റ്റീവ് ആയിരിക്കും. ആ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക, ഫസ്റ്റ് ലെവലിൽ ഇറക്കി അദ്ദേഹത്തിന് എഫക്റ്റീവ് ആക്കി എടുക്കണോ അതോ നിർണായക സമയങ്ങളിൽ ഇറക്കി എടുക്കണോ എന്നുള്ള കോച്ചിൻ്റെ തന്ത്രത്തിന് അനുസരിച്ചായിരിക്കും നെയ്മറിൻ്റെ ഭാവി. ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നുവെങ്കിൽ നെയ്മർ ഒരുപക്ഷെ മെസ്സിക്കും ഒപ്പം വയ്ക്കപ്പെടേണ്ട ഒരു പേരായിരുന്നില്ലേ?
നമുക്ക് ടാലൻസിനപ്പുറം റിസൾട്ടാണ് എല്ലാവരും നോക്കുന്നത്. നമുക്ക് നിരവധി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് ഈ ജൂനിയർ സബ് ജൂനിയർ തലങ്ങളിൽ പോലും പ്രായപരിധി ഉള്ള ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അവിടെ റിസ്ക് എടുത്തുകൊണ്ട് സീനിയറായ താരങ്ങൾ ഉൾപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വരെ ഇത് ചെയ്യുന്നത്. അവിടെ അതുപോലെയാണ് പ്രതിഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ടൂർണമെൻറ്റ് ഇപ്പം വേൾഡ് കപ്പിൽ നമുക്കറിയാം മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടാത്തതുകൊണ്ട് കപ്പ് നേടാത്ത എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ കപ്പ് വരുമ്പോഴാണ് ഒരു കളിക്കാരൻ പൂർണ്ണതയിൽ എത്തുന്ന വിശ്വസിക്കുന്ന ഒരു ലോകമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മർ ഈ വേൾഡ് കപ്പ് നേടുന്ന താരമായി മാറുകയാണെങ്കിൽ ഇവൻ നെയ്മറിന്റെ പ്രതിഭയെക്കുറിച്ച് ആർക്കും സംശയമില്ല. പെലെ പോലും പറഞ്ഞ മഹാനായ കളിക്കാരനാണ് നെയ്മർ. അപ്പോൾ നെയ്മറിന്റെ പ്രതിഭയിലോ കഴിവിലോ ഒന്നും നമുക്ക് സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തും ആ ഒരു ശാരീരിക ക്ഷമത നിലനിർത്താൻ സാധിച്ചില്ല. എന്നാൽ പോലും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലുള്ള ഒരാളായി അംഗീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഒരു വേറിട്ട പ്രതിഭ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടിരുന്ന ഒരു പേര് ലൂക്ക മോഡ്രിച്ചിന്റെയാണ്. ക്രൊയേഷ്യയുടെ ഒരു സുവർണ്ണ തലമുറ, അതുപോലെ ബെൽജിയത്തിനും ഉണ്ട് ഒരു സുവർണ്ണ തലമുറ, ലുക്കാക്കോ, ഡിബ്രോയിൻ. അപ്പൊ ഈ രണ്ട് ടീമുകളുടെ ഒരു സാധ്യത കൂടി നമുക്ക് അങ്ങനെ നോക്കേണ്ട നിരവധി ടീമുകളുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു സുവർണ്ണ തലമുറ ഉള്ള ബെൽജിയൻ ടീമും അതുപോലെ തന്നെ ലുക്ക മോഡ്രിച്ച് ഇത്തവണ അങ്ങനെ ക്രൊയേഷ്യക്ക് അധിക സാധ്യതയില്ല. കാരണം അവർക്ക് പഴയ ആ താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന ഒരു ഇതാണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ താരങ്ങൾ മിന്നി തെളിയുന്ന ഒരു സമയത്ത് അത്രത്തോളം പഴയ ഒരു ടീമായിട്ട് അത്രത്തോളം ഒരു കാര്യം എനിക്ക് തോന്നുന്നു. അതിനുശേഷം നെക്സ്റ്റ് ജനറേഷന് അധികം അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ പുതിയ താരങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ബെൽജിയം കുറച്ചുകൂടെ ബെറ്ററാണ്. ഈ പറഞ്ഞ പോലെ വയസ്സൻ താരങ്ങളാണെങ്കിലും അവർക്കൊപ്പം കളിക്കുന്ന യുവതാരങ്ങളും ബെൽജിയൻ ടീമിലുണ്ട്. അത് നമുക്കറിയാം. ഡിബ്രൂയിനെ പോലെ ഒരു പ്ലേ മേക്കർ ഇന്നും അദ്ദേഹം മാഞ്ചസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലുണ്ടായിരുന്ന നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലുള്ള കളിക്കാർ 90 മിനിറ്റും കളിക്കുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ കളി മാറ്റിമറിക്കാൻ കഴിവുള്ള പാസുകളിലൂടെ വേറെ അത് മാത്രം അതൊരു ലോങ് സ്കോറിങ് ചെയ്യുന്ന ഒരു ലോങ് ഷോട്ടുകളിലൂടെ നിരവധി ഗോളുകൾ നേടുന്ന ഒരു മനുഷ്യനുമാണ്. അതുകൊണ്ട് ഫിസിക്കലി ബെറ്റർ ആയിട്ടുള്ള ഗെയിമുകൾ വരുമ്പോൾ നമുക്കറിയാം ഡിഫൻസിന് ഇപ്പോൾ പല ടീമുകളും കളി തോക്കുന്നതിനേക്കാളും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കളി തോക്കാതിരിക്കാൻ ശ്രമിക്കും, സമനിലയാക്കാൻ ശ്രമിക്കും. ആ നിമിഷങ്ങളിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ഗോൾ സ്കോർ ചെയ്യാനോ ഒരു പാസ് കൊണ്ടുപോലും കളി മാറ്റിമറിക്കാൻ ഇതുപോലുള്ള പ്രതിഭകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ബെൽജിയത്തിന് നല്ല സാധ്യതയുള്ളൊരു വേൾഡ് കപ്പ് തന്നെയാണ്. നമ്മളെപ്പോഴും പറയും അവരൊരു സുവർണ്ണ തലമുറയ്ക്ക് കപ്പ് നേടാൻ സാധിക്കുമെന്ന് വരുമ്പോഴും പലപ്പോഴും അവർക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ അവർ അത്ര മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല. ഈ വേൾഡ് കപ്പിൽ 48 രാജ്യങ്ങൾ വരുന്ന ഈ വേൾഡ് കപ്പിൽ ഒരു ആഫ്രിക്കൻ കൺട്രി ചാമ്പ്യന്മാരായാലോ ഒരു ഏഷ്യൻ ടീം സെമി ഫൈനലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതാ ദിവസത്തെ മത്സര ഫലത്തെ ആശ്രയിച്ചായിരിക്കും. ഇത്തവണ ഈ ഡെത്ത് ഗ്രൂപ്പ് എന്ന് പറയാൻ ഒന്നുപോലും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടെങ്കിൽ പോലും മികച്ച 3ാം സ്ഥാനക്കാരും നെക്സ്റ്റ് റൗണ്ടിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഇല്ല. പക്ഷേ അവിടെ നിർണായകം എന്ന് പറഞ്ഞാൽ ചാമ്പ്യന്മാരായില്ലെങ്കിൽ നെക്സ്റ്റ് ഗ്രൂപ്പിലെ ശക്തന്മാരെ നേരിടേണ്ടി വരാമെന്നുള്ളൊരു ഫൈറ്റിനുപരി ഒരിക്കലും ഡെത്ത് ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ഇതിൽ ഏത് ടീമും എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രീ ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ശക്തികൾ തന്നെയാണ് ക്വാർട്ടറിൽ എത്താൻ സാധ്യത. എങ്കിലും ഒരു ആദ്യത്തെ റൗണ്ടിൽ ശക്തമായ മത്സരങ്ങളും അട്ടിമറികൾക്കും ഒക്കെ പല സാധ്യതകളും നിരവധി മാച്ചുകൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നിരവധി മാച്ചുകളുണ്ട്. മൊറോക്കോ ഫ്രാൻസ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനെ പുറത്താക്കിയ മൊറോക്കോ ഉള്ളൊരു റൈവൽറി. അപ്പോൾ തന്നെ റാങ്കിങ്ങിൽ ഏകദേശം അടുത്ത് നിൽക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ മൊറോക്കോ അതൊരു ക്ലാസിക് മത്സരമാണ്. നിരവധി അങ്ങനെ ക്ലാസിക് മത്സരങ്ങളുണ്ട്.